ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2404. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതി, 212-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ആണ്ടിലെ 7-ാം മാസത്തിന്റെ അവസാന ദിനമാണ്. സ്വന്തം വീടിനെ വിസ്മരിച്ചു കളയുന്ന അനേകരുണ്ട്. വീടിനെ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവരെന്നുകൂടി പ്രത്യേകിച്ചെടുത്ത് പറയണം. ഓരോരുത്തരിലുമുള്ള നന്മയും പ്രതിഭയും ഒക്കെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കപ്പെടുന്നതും വീട്ടിനകത്ത് തന്നെയാണ്. ചിരപരിചയം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഉറ്റവരുടെ നന്മകൾ എന്തുമാത്രമുണ്ട്. പലപ്പോഴും അവരുടെ വിയോഗത്തിന് ശേഷമാകും നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ഇയാളോടൊപ്പം ജീവിതം പങ്കുവെക്കേണ്ടി വന്നതോർത്ത് നിരന്തരം ഖേദിച്ചിരുന്ന അവൾ അയാളുടെ മരണത്തോടെ താൻ എത്ര അനാഥയായി പോയെന്ന് ഒരു നടുക്കത്തോടെ തിരിച്ചറിയുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. വീട്ടിൽ വെറുതെ ഒരു ഭാര്യയായി കഴിഞ്ഞിരുന്ന അവൾ പക്ഷെ ഇല്ലാതായതോടെ വീടിന്റെ അച്ചുതണ്ടാണ് നഷ്ടമായത്. നിസ്സഹായതയോടെ അയാളും മറ്റൊരിക്കൽ നിലവിളിച്ചു പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടതിന് ശേഷം കൈവശം ഇരുന്നതിന്റെ മൂല്യം തിരിച്ചറിയുന്നിടത്തോളം വലിയ ദുരന്തം മറ്റെന്തെങ്കിലും ഉണ്ടോ? പിന്നെ വാവിട്ട് കരയാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാവും? ആ ഒരു കരച്ചിലോ നിലവിളിയോ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിക്കുമോ? അതുമില്ല. പലതിന്റെ മൂല്യവും ചന്തവും നമ്മൾ മനസ്സിലാക്കുന്നത് അവയുടെ അസാന്നിധ്യത്തിലാണ്, ആബ്സൻസിലാണ്. കുറച്ചും കൂടി തുറന്നു പറഞ്ഞാല് ഭയങ്കര ഭാരം തോന്നും ഈ നല്ല പ്രഭാതത്തിൽ. നമ്മൾ ഒരാളെ ഓർക്കുന്നത് പോലും, നമ്മൾ ഒരാളെ കാര്യമായി പരിഗണിക്കുന്നത് പോലും അയാളുടെ മരണത്തിന് ശേഷമാണ്. അയാൾ മരിച്ചെന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ് അയാളെക്കുറിച്ച് നമ്മൾ അഗാധമായി ആലോചിക്കുന്നതും അയാൾ നൽകിയ സ്നേഹത്തെയും അയാളുടെ മൂല്യങ്ങളെയും നന്മയും പ്രതിഭയുമൊക്കെ നമ്മളിങ്ങനെ ഓർത്തെടുക്കുന്നതുമൊക്കെ. ഇതിൽ പരം ഒരു വലിയ പരാജയമോ ദുരന്തമോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടോ? ഒപ്പമുള്ളവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒട്ടും കഴിയാതെ പോകുന്നുണ്ട്. കുറെ കൂടി നമ്മൾ മാറി മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ആരെയാണ് നമുക്ക് അവഗണിക്കാനായിട്ട്, അപകസിക്കാനായിട്ട് സാധിക്കുക? മറ്റുള്ളവരെ നോക്കുന്ന കണ്ണുകളിലൂടെ അവനവനെയും ഒന്ന് നോക്കി പഠിച്ചു തുടങ്ങിയാൽ എല്ലാത്തിനും കുറച്ചൊക്കെ പരിഹാരമാവും. തീർച്ചയാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.